ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നിതാ ഞാനൊരു വളരെ വ്യത്യസ്തവും അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമായിട്ടാണ് വന്നത് കേട്ടോ. ഇത് ഒരു പുതിയ ഐറ്റമാണ്, ഇതുവരെ ഇതാരും ചെയ്തിട്ടേ ഇല്ല കേട്ടോ. ഇങ്ങനെ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഒരു ഇഫ്താർ സ്പെഷ്യൽ ആയിക്കോട്ടെ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം കേട്ടോ വീഡിയോ. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരും ഈ ഇഫ്താറിന് തന്നെ ഒന്ന് ഉണ്ടാക്കിക്കോട്ടെ. അപ്പോൾ അതിനായിട്ട് ഇതാ 1 കിലോ ചെമ്മിയാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തോലെല്ലാം പോക്കി ബാക്കിലെ ഞരമ്പെല്ലാം പോക്കി ക്ലീൻ ചെയ്തെടുക്കുക, തലയൊന്നും വേണ്ട. എന്നിട്ട് നമ്മളിതാ ക്ലീൻ ചെയ്ത് വെച്ച ഇതിലേക്ക് കുറച്ച് മസാലക്കൂട്ട് വേണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ മുളക് പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരും എടുത്ത് ഇതെല്ലാം കൂടെ നമ്മളിതാ ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. മസാലകളെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഇതാ നമ്മൾ പിഴിഞ്ഞ് വെച്ച ചെറുനാരങ്ങ നീരില്ലേ, ഒരു ചെറുനാരങ്ങൻ്റെ പകുതിയാണ് ഞാൻ നീരെടുത്തിട്ട്, മുഴുവൻ വേണ്ട, അത് ഒരുപാട് പുളിയായിപ്പോവും. അപ്പോൾ പകുതി നീരും എടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് പോരാത്തതിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മസാല ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങളിപ്പോൾ കൂടുതൽ ചെമ്മീൻ എടുക്കണമെങ്കിൽ മസാലകളൊക്കെ കൂട്ടണം കേട്ടോ, അതിനനുസരിച്ച്. ഇപ്പോൾ ഇത് കുറച്ചുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും എടുക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തട്ടിക്കൂട്ടി വേറൊരു പാത്രത്തിൽ വെച്ച് മൂടി വെക്കുക. എന്നിട്ട് നമ്മളിതാ ഈ പ്ലേറ്റ് കഴുകിയ വെള്ളം എടുക്കുക, അത് ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ട് അതിലേക്കാണ് നമ്മൾ ഈ ചെമ്മീൻ ഇടാൻ പോകുന്നത് കേട്ടോ. അല്ലാതെ വെളിച്ചെണ്ണയിലൊന്നുമല്ല കേട്ടോ. അതിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. നല്ലപോലെ വെള്ളമെല്ലാം വറ്റി വരണം. നല്ലപോലെ വെള്ളം വറ്റി വന്നിട്ട് നമ്മളതിന് ചെമ്മിയെല്ലാം എടുത്ത് ഒന്ന് മാറ്റി വെക്കുക വേറെ പാത്രത്തിൽ. പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം ഇത് മിക്സിയിലിട്ട് നല്ലപോലെ ഫൈനായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഈ ചെമ്മീൻ എന്നിട്ട് ആ പാത്രത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ആ ചീനച്ചട്ടി തന്നെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ട് ഈ മിക്സിയുടെ ജാറിൽ ഇതടിക്കണ കൂടത്തിൽ നമുക്ക് കൂട്ടണം. എന്തിനാണെന്നറിയോ? ആ നമ്മൾ പുറമേയുള്ള കോട്ടിങ്ങിന് ഒരു കളറും കിട്ടിക്കോട്ടെ. അപ്പോൾ ഇത് നമുക്ക് കളയും വേണ്ട, ചെമ്മീൻ കിടന്ന് വെന്ത വെള്ളമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടാണ്, കാരണം ഇതൊന്ന് അടിച്ച് കിട്ടണ്ടേ. എന്നിട്ട് ഫൈനായിട്ട് അടിച്ചെടുത്തു. എന്നിട്ട് നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഈ ചെമ്മീൻ ഇനി ഇൻ്റർലോക്ക് ചെയ്യുക എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഇതാ 2 ചെമ്മീൻ എടുക്കുക. എന്നിട്ട് ഇതാ ഒരു ഭാഗം തുറന്നിട്ട് മറ്റേതിൻ്റെ ഉള്ളിൽ വെച്ച് ഇൻ്റർലോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇതാ ഇങ്ങനെ കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ ചെയ്യാം. ഞാനൊന്നുകൂടെ കാണിച്ചു തരാം. ഇതാ നോക്ക്, 2 ചെമ്മീൻ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓരോ ഓപ്പണിങ് ഉണ്ടാകുമല്ലോ, ആ 2 ഓപ്പണിങ്ങിലും വെച്ചിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യുക. നമ്മൾ വേവിച്ചത് ഇങ്ങനെ കിട്ടാനാട്ടോ, മറ്റ് പച്ചച്ചെമ്മിയാണെങ്കിൽ നീണ്ടു കിടക്കൂലേ. എന്നിട്ട് പിന്നെ അതാ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അരിപ്പൊടി വേണമെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ എടുത്തോ കേട്ടോ. കോൺഫ്ലവറിനേക്കാളും കുറച്ച് കൂടുതൽ, നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതാ ഈ തിക്നെസ്സിലുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ ഇൻ്റർലോക്ക് ചെയ്ത് വെച്ച് നമ്മൾ ചെമ്മീനുണ്ടല്ലോ അതിലേക്ക് ഓരോന്നങ്ങ് ഇട്ട് നല്ലപോലെ മുക്കിയെടുക്കുക കേട്ടോ. കൈയൊന്നും വേണ്ട, സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ കോരി വെച്ചാൽ കിട്ടും. എന്നിട്ട് നമ്മൾ ചൂടായ വെളിച്ചെണ്ണയിലിട്ട് ഓരോന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് ശരിക്കും ഒരു നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമുക്ക് കഴിക്കാൻ തന്നെ ഉണ്ടല്ലോ. കുറച്ച് വലിയ ചെമ്മീനാണ് ഇതാ ഇങ്ങനെ ഒരു 3-4 പോരെ വൈകുന്നേരം ഓരോരുത്തർക്കും ഈവനിങ് സ്നാക്സ് ആയിട്ട് നിങ്ങൾക്കിത് കഴിക്കുക കേട്ടോ. അപ്പം ഞാനിതാ എല്ലാം വറുത്ത് കോരിയെടുക്കട്ടെ. ഒരു ഭാഗം വേകുമ്പോൾ മറ്റേ ഭാഗം തിരിച്ചിട്ട് വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്, കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതാ ഞാൻ എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇതാ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലിട്ട് ഒന്ന് വറുത്ത് കോരിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ടേസ്റ്റ് അല്ലേ കഴിക്കുമ്പോൾ. പിന്നെ കുറച്ച് പച്ചമുളക് നല്ലോണം നീളത്തിന് ചീന്തി എടുക്കുക. എന്നിട്ട് അതും കൂടെ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് വാട്ടിയിട്ട് കോരിയെടുക്കുക. ഒരുപാട് കരിക്കൊന്നും വേണ്ടേ. എന്നിട്ട് അതും കൂടെ കോരിയിട്ട് നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ ഇൻ്റർലോക്ക്, അതായത് ചെമ്മീൻ ഇൻ്റർലോക്ക്, പ്രോൺസ് ഇൻ്റർലോക്ക് അതിലിട്ട് കൊടുക്കുക. ഇതാ അടിപൊളി പ്രോൺസ് ഇൻ്റർലോക്ക് സ്നാക്സ് റെഡി. ഈ ഇഫ്താറിന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു നോക്കുക. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ഈ ഇഫ്താറിന് തന്നെ ഇതുണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.